തന്റെയും തന്റെ കുടുംബത്തിന്റെ കൂടും കൊടുക്കാൻ എന്റെ കയ്യില്, അത് മറക്കണ്ട നീ. ഒരു കയ്യബദ്ധം എന്നാ അവനെ അങ്ങ് തിരിച്ചെടുത്തേക്ക് വിത്ത് പ്രമോഷൻ. ഇടം ബലം നോക്കാതെ ചെയ്തിരിക്കും. ഓക്കെ ശരി. ഓ പിന്നെ നിങ്ങൾ എന്താ കരുതിയത് മിസ്റ്റർ? നിങ്ങളുടെ അജണ്ടകൾ ഇവിടെ നടപ്പാക്കാമെന്നോ? അതും ഞാൻ ഭരിക്കുമ്പോൾ ഇവിടെ നടപ്പില്ല ജി. ഇനി ഇതിന്റെ പേരിൽ എന്റെ തലയാണ് പോകുന്നതെങ്കിൽ അതങ്ങോട്ട് പോകട്ടെ എന്ന് വെക്കും ഞാൻ. വച്ചിട്ട് പോടോ ബ്ലാഡി ഫൂൾ. സംരക്ഷിക്കാൻ ജീവൻ നൽകും നേതാവ്, പക്ഷേ നമ്മൾ അയാൾക്കെതിരെ നടപടിയെടുത്തത് ജിക്ക് പിടിച്ചിട്ടില്ല. നാടകമാണെങ്കിലും പത്രക്കാരോടൊക്കെ ആവേശത്തിൽ പറയുകയും ചെയ്തു. നാളെ സഖാവിന് പത്രക്കാരെ കാണണ്ടേ? പത്രക്കാരെ മാഷ് കണ്ടാ മതി. അതാകുമ്പോ പറയുന്നത് എന്താണെന്ന് മാഷക്കും മനസ്സിലാവൂല, പറഞ്ഞത് എന്താണെന്ന് പത്രക്കാർക്കും മനസ്സിലാവൂല. പക്ഷേ സർക്കാരിനെതിരെ പണിയെടുക്കുന്ന പോലീസ് ഓഫീസർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് DGP ആയി പ്രൊമോഷൻ കൊടുക്കുകയാണല്ലോ ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അത് ഞാനല്ല. മനസ്സിലായില്ല. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ ശരിക്കും ഞാനല്ല. പിന്നെ ഇങ്ങോട്ട് വരാത്ത മറ്റൊരു ഞാനുണ്ട്. ആ ഞാനും കൂടി കൂടിയതാണ് യഥാർത്ഥ ഞാൻ. മനസ്സിലായില്ലേ? എനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണ്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്കും. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം. സാർ, മറ്റൊരു ചോദ്യം ചോദിക്കാനുണ്ട്. മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ മൂർത്തമായി ഉത്തരം പറയുകയും ചെയ്യണം. അമൂർത്തമായ സാഹചര്യത്തിൽ അമൂർത്തമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ അമൂർത്തമായി ഉത്തരം പറഞ്ഞാൽ അമൂർത്തമായി തെറ്റായി പോകും. അതാണ്. സഖാവേ, കാണാൻ നമ്മുടെ അബ്കാരി മുതലാളി കൂമ്പാറ സണ്ണി വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? വരാൻ പറ. 2 ബാറുകൾക്കുള്ള അപേക്ഷ ഞാൻ ഇവിടേക്ക് സമർപ്പിച്ചിരുന്നു. കൂടെ കുറച്ച് അഡീഷണൽ പേപ്പറും. കിട്ടിയില്ലേ? കിട്ടി. അത് സാങ്ഷൻ ആയിട്ടുണ്ട്. പിന്നെ ഇനിയും ബാറുകൾ വേണമെങ്കിൽ വന്നോട്ടെ, വിത്ത് അഡീഷണൽ പേപ്പർ. ഓരോ 500 മീറ്ററിലും ബാർ. അങ്ങനെ കുട്ടികൾ മുതൽ വലിയവർ വരെ കുടിച്ച് മറ്റൊന്നും ചിന്തിക്കാൻ സമയം കിട്ടരുത്. എന്റെ പൊന്നു സഖാവേ, ഇപ്പൊ മദ്യത്തിന് വേണ്ട പോലെ മൂവിങ് ഇല്ല. ഇപ്പൊ ആളുകൾക്ക് വേണ്ടത് MDMA പോലുള്ള രാസലഹരിയാ. സഖാവ് ഇതൊന്നും അറിയുന്നില്ലേ? അറിയാതെ പിന്നെ ചെറുപ്പക്കാര് കുട്ടികള് ആസ്വദിക്കട്ടെ. അവരിതൊക്കെ വലിച്ചു കയറ്റി പറന്ന് നടക്കുന്ന സ്വർഗം. അതാണ് ഞങ്ങളുടെ സ്വപ്നം. അവരെ ചിന്തിക്കാൻ വിട്ടാൽ പിന്നെ തീർന്നു. നമുക്കൊക്കെ ചൊറിയും കുത്തി വീട്ടിലിരിക്കാം. ആളുകൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിന് വഴിയുണ്ട്. ഇത് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുന്ന കണ്ണികളില്ലേ, സാധാരണക്കാരായ അപ്പാവികൾ. ഇതൊക്കെ അവരെ ഒന്ന് പിടിക്കും, അത് വലിയ വാർത്തയാക്കും. ലഹരിക്കെതിരെ മെഴുകുതിരി കത്തിക്കും. പിന്നെ മാഷിന്റെ ഒരു പത്രസമ്മേളനം, സംഗതി ക്ലോസ്. ഇതൊക്കെ കേൾക്കുമ്പോ ഫീൽഡ് ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരുന്നാ തോന്നുന്നത്.